ഓം ശ്രീ വിരാട് വിശ്വകർമ്മണേ നമഃ. ഓം നമോ നാരായണായ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ് പള്ളിവില്ലെന്ന ഓണവില്ല് സമർപ്പണം. ഞങ്ങളുടെ പൂർവികർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ഥപതി ശില്പി പാരമ്പര്യമാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, കാഞ്ചീപുരത്തു നിന്നൊക്കെ വന്ന ശില്പികൾ ഈ തിരുവിതാംകൂറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട്. അവരൊക്കെ പഞ്ചകർമ്മികളാണ്. ക്ഷേത്രത്തിലെ ഈ പഞ്ചകർമ്മികളുടെ ധാരാളം ചിത്രപ്പണികൾ ക്ഷേത്രത്തിലുണ്ട്. ഇപ്പോൾ ഇരുമ്പ് പണിയായിരുന്നാലും മരപ്പണിയായിരുന്നാലും വാർക്കുന്ന പണി, അത് വെങ്കലപാത്ര വാർക്കുന്ന പണിയായിരുന്നാലും ശില്പപ്പണിയായിരുന്നാലും സ്വർണ്ണപ്പണിയായിരുന്നാലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കലാരൂപങ്ങൾ സൃഷ്ടിക്കുന്ന സമുദായ അംഗങ്ങളാണ്. അതിൽ മനോമയ തൊഷ്ട ശില്പി വിശ്വജ്, അങ്ങനെ 5 തരത്തിലുള്ള വിശ്വകർമ്മജരാണ് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിൽ ഞങ്ങളുടെ പൂർവികർ മയ വിഭാഗത്തിൽപ്പെട്ട, മരപ്പണി വിഭാഗത്തിൽപ്പെട്ടവർ, മൂത്താചാര്യ എന്ന് പറയും. ക്ഷേത്രത്തിൻ്റെ കണക്കുകളും ക്ഷേത്ര ശില്പങ്ങളുമൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. കൊത്തുപണിയിലും മരവിഭാഗത്തിൽപ്പെട്ടുള്ള ശില്പികളായിട്ടുള്ളവർ. തഞ്ചാവൂരിൽ നിന്നും വന്ന ശില്പി പരമ്പരയിൽപ്പെട്ട പൂർവികർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ചിങ്ങമാസത്തിലെ തിരുവോണനാൾ അവരുടേതായ ഒരു സംഭാവനയായിട്ട് സമർപ്പിച്ചതാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ല്. ഇതിനൊരു ആചാരമായിട്ട് ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. വാമനാവതാരമെടുത്ത മഹാവിഷ്ണു മഹാബലി ചക്രവർത്തിയെ സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും മുമ്പ് മഹാബലിയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. 3 അടി ഉയരമുള്ള മഹാവിഷ്ണു തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയും മഹാബലിക്ക് മഹാവിഷ്ണു വീണ്ടും അവതാരങ്ങൾ എടുക്കുമെന്നും ഈ അവതാര കഥകൾ കൂടി കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ വിശ്വകർമ്മദേവൻ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം മഹാബലിയുടെ ആഗ്രഹം ദശാവതാര രൂപത്തിൽ വരച്ച് കാണിക്കുന്നു. അങ്ങനെയാണ് ആദ്യത്തെ വില്ലിൻ്റെ സൃഷ്ടി. തുടർന്ന് കാലാകാലങ്ങളിൽ കേരളത്തിലെ പ്രജകളെ കാണാൻ വേണ്ടി വരുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാമെന്നൊരു വാക്ക് കൊടുക്കുന്നു. അപ്രകാരം നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ പള്ളിവില്ല് സമർപ്പണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. പൂർവികർ വളരെ വ്രതശുദ്ധിയോടുകൂടി പരിപാവനമായിട്ട് മൂലമന്ത്രങ്ങളൊക്കെ ചൊല്ലി അത് പരമ്പരയിൽ പകർന്നു നൽകി ഇപ്പോൾ ഞങ്ങൾ തലമുറ കൈമാറി വന്നിട്ടാണ് ഈ വില്ലുകൾ ചമയ്ക്കുന്നത്. ദേവഗണത്തിൽപ്പെട്ട മഹാഗണി, കടമ്പ് എന്നീ വൃക്ഷങ്ങളുടെ പലകയിലാണ് ഈ വില്ലുകൾ നിർമ്മിക്കുന്നത്. വഞ്ചിയുടെ മാതൃകയിലാണ് ഇവ കടഞ്ഞെടുക്കുന്നത്. കേരളത്തിനെ വഞ്ചിനാടെന്നും തിരുവിതാംകൂറിലെ ശ്രീപത്മനാഭസ്വാമിയെ വഞ്ചി വാണപെരുമാൾ എന്നുള്ള പേരുമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഗോപുരത്തിൽ താഴികക്കുടമിരിക്കുന്നത് വഞ്ചിയുടെ മുകളിലാണ്, വഞ്ചിയുടെ മാതൃകയുടെ മുകളിലാണ്. ആ വഞ്ചിയുടെ മാതൃകയിലാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ലുകൾ അന്നത്തെ പൂർവികർ സൃഷ്ടിച്ചെടുത്തത്. ഓരോ ക്ഷേത്രങ്ങൾ പണിത് ഏൽപ്പിക്കുമ്പോഴും ക്ഷേത്രത്തിൻ്റെ ശില്പികൾ അവരുടേതായ ഒരു സംഭാവന ആ ക്ഷേത്രത്തിന് വേണ്ടി നൽകാറുണ്ട്. ചില സ്ഥലങ്ങളിൽ അത്ഭുതകരമായ കൊത്തുപണികളായിരിക്കാം. ചില സ്ഥലങ്ങളിൽ പുതിയ ആധുനികപരമായ രീതിയിൽ അവർ അത്ഭുതങ്ങൾ ഉളവാക്കുന്ന ശില്പചാതുര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും മേളം, വാദ്യം കേൾക്കുന്ന തൂണുകളുണ്ട്. സംഗീത തൂണുകളെന്നാണ് അറിയപ്പെടുന്നത്. അതും ഒരു അത്ഭുതമാണ്. അതേപോലെ തന്നെയാണ് ഈ കേരളത്തിൻ്റെ മാതൃകയാക്കി ഈ വില്ലുകൾ നിർമ്മിച്ച് ഭഗവാന്റെ മുമ്പേ സമർപ്പിച്ചത്. ഇതിലുപയോഗിക്കുന്ന നിറങ്ങൾ പഞ്ചവർണ്ണങ്ങളാണ്. പണ്ടുകാലത്ത് പ്രകൃതിദത്തമായ നിറങ്ങളായിരുന്നു. ചിരട്ടക്കരി, വെള്ളമണ്ണ്, മഞ്ഞപ്പൊടി, ഇലച്ചാറ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കൂടുതൽ എണ്ണം ഇപ്പോൾ വരയ്ക്കുന്നതുകൊണ്ട് ഞങ്ങൾ കളമെഴുതുന്ന പൊടിയെ, അതായത് പ്രൈമറി കളേഴ്സിനെ
കളമെഴുതുന്ന പൊടിയെ നന്നായിട്ട് ചാലിച്ച് അരിച്ച് വെള്ളമാണ് അതിൻ്റെ മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ കണക്കാക്കിയിട്ട് ഉണക്കി വയ്ക്കാറുണ്ട്. അതിലാണ് ഇപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ചിത്രങ്ങൾ വരച്ച് പൂർത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് വാർണിഷ് കോട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ വ്രതശുദ്ധിയോടുകൂടി തയ്യാറാക്കി എടുക്കേണ്ട ഒന്നാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ല്. 41 ദിവസത്തെ കഠിനമായ വ്രതമാണ് ഭഗവാന് സമർപ്പിക്കുന്ന 12 വില്ലുകൾ തയ്യാറാക്കാൻ വേണ്ടി ഞങ്ങൾ എടുക്കുന്നത്. കാരണം മറ്റ് വില്ലുകൾ തയ്യാറാക്കുമ്പോൾ വളരെ വ്രതത്തോടു കൂടി തന്നെയാണെങ്കിൽ പോലും ഈ ഞങ്ങൾ തയ്യാറാക്കുന്ന 12 വില്ലുകൾ മാത്രമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ വിഗ്രഹത്തിലും മറ്റ് ഉപദേവന്മാരായ നരസിംഹമൂർത്തിയുടെയും ശ്രീകൃഷ്ണ വിഗ്രഹത്തിലുമൊക്കെ ചാരി വയ്ക്കുന്നത്. ഈ ചാർത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സമർപ്പണ ചടങ്ങുണ്ട്. ഉത്രാടനാൾ കുടുംബക്ഷേത്രത്തിൽ ഈ 12 വില്ലുകൾ വച്ച് പൂജയുണ്ട്. അത് കുലാചാര പ്രകാരമുള്ള പൂജയാണ്. എന്നിട്ട് അടുത്ത ദിവസം തിരുവോണ ദിവസം രാവിലെ 4-നും 6-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ അവിടെ ഞങ്ങൾ കൊണ്ടു ചെല്ലുന്നു. ക്ഷേത്രത്തിൽ നിന്ന് മുൻകൂട്ടി അവിടെ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി ചാർത്താൻ വേണ്ടിയിട്ടുള്ള സമയം കുറിച്ച് നൽകും. ഇപ്രാവശ്യം അത് ക്ഷേത്രത്തിലെ ഒരു അംഗം ഇവിടെ വന്ന് ഞങ്ങളെ അത് ഏൽപ്പിക്കുകയുണ്ടായി. 5 മണിക്ക് മുമ്പായിട്ട് തന്നെ ക്ഷേത്രത്തിൽ ഏൽപ്പിക്കണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. തിരുവോണത്തിൻ്റെ അന്ന് അതിരാവിലെ 4 മണിക്ക് ഞങ്ങളിവിടുന്ന് കുടുംബാംഗങ്ങളും ഭക്തജനങ്ങളുമൊക്കെ ആയിട്ട് ഘോഷയാത്രയായിട്ടാണ് പണ്ട് കാലങ്ങളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ അലങ്കരിച്ച വാഹനത്തിൽ ഞങ്ങൾ ഈ 12 വില്ലുകളുമായിട്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. കിഴക്കേ നടയിലൂടെ അകത്ത് കയറി ശീവേലിപ്പുരയുടെ ആദ്യ കാണുന്ന തൂണിൻ്റെ വശത്തായിട്ട് ശ്രീകൃഷ്ണ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ചുവരിൽ ഈ 12 വില്ലുകളും ചാരിവെക്കും. അവിടുത്തെ ആദ്യത്തെ തൂണ് അവിടുത്തെ ശില്പിയുടെ ശിലയാണ്. അനന്തപത്മനാഭൻ മൂത്താചാരി എന്ന് പറയുന്ന ശില്പിയുടെ ശിലയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ശില്പങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്തായിട്ട് മുഴക്കോലും കൊത്തിയിട്ടിട്ടുണ്ട്. ആ തൂണിൽ കൊത്തിയിരിക്കുന്ന ശില നമ്മുടെ പൂർവികനായ അനന്തപത്മനാഭൻ മൂത്താചാര്യയുടെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ മുൻപിൽ വെച്ച് അവരെ സാക്ഷ്യപ്പെടുത്തി ഈ ചടങ്ങ് നടക്കുന്നത്. ഞങ്ങൾ ഓണവില്ലുമായിട്ട് അവിടെ ചാരി വയ്ക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നിൽക്കുമ്പോൾ അകത്തു നിന്നും പാണിവിളക്ക് തെളിയിച്ചുകൊണ്ട് പഞ്ചവാദ്യത്തിൻ്റെയും വായ്ക്കുരവയുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്ര ഭാരവാഹികളും പൂജാരിയും പ്രസാദവും ഓണക്കോടിയും ആയിട്ട് ഞങ്ങളെ സ്വീകരിക്കും. ഓണക്കോടി വില്ല് സമർപ്പിക്കുന്ന കാരണവർക്ക് ഏൽപ്പിക്കുകയും ഈ ഓണക്കോടി അതിനെ കച്ചമുറി എന്നാണ് പറയുന്നത്. ഓണക്കോടി നിലത്ത് വിരിച്ച് പ്രസാദം തൊട്ട് അവിടെ നിൽക്കുന്നവരെ വന്നിച്ചതിന് ശേഷം ഓരോ വില്ലുകളും കഴിഞ്ഞ തലമുറയിലെ കാരണവില്ലിൽ നിന്നും ഇപ്പോൾ ആചാരം നടത്തുന്ന കാരണവർ ഏറ്റുവാങ്ങി അവിടെ ഭഗവാനെ ആദ്യം ഉയർത്തി കാണിക്കും. എന്നിട്ട് അത് അടുത്ത് നിൽക്കുന്ന സഹോദരനെ ഏൽപ്പിക്കുകയും അവിടെ നിൽക്കുന്ന ഓരോ ഭക്തരെയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. 33 കോടി ഈശ്വരന്മാരുടെയും സാന്നിധ്യം ആ സമയം ഉണ്ടായിരിക്കും. ഓരോ ഭക്തനും ഓരോ ഈശ്വരന്മാരെന്നുള്ള സങ്കല്പത്തിലാണ് അവരെ കാണിക്കുന്നത്. എന്നിട്ട് തിരികെ നിലത്ത് വിരിച്ചിരിക്കുന്ന കച്ചമുറിയിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ 12 വില്ലുകളും കാണിച്ചതിന് ശേഷം നിലത്ത് വിരിച്ചിരിക്കുന്ന കച്ചമുറിയിൽ വയ്ക്കുകയും തുടർന്ന് എല്ലാവരും സാഷ്ടാംഗം തൊട്ട് വന്നിച്ച് അവിടെ വന്ന് നിൽക്കുന്ന കാവൽക്കുറുപ്പിനെ ഈ 12 വില്ലുകളെ ഏൽപ്പിക്കും. ഏറ്റുവാങ്ങിയ വില്ലുകളുമായി ശീവേലിപ്പുര ഒരു വലത് ചുറ്റി കിഴക്കേ നടയിലൂടെ അകത്ത് കയറി വീണ്ടും ശ്രീകോവിലിനൊരു വലത് ചുറ്റി അവിശ്രവണ മണ്ഡപത്തിൽ വച്ചിരിക്കുന്ന പലകയിൽ 12 വില്ലുകളും വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ 2 വശങ്ങളിലായിട്ട് കുഞ്ചലവും ഞാണും കുരുത്തോലയും കെട്ടി അലങ്കരിച്ച് പത്മനാഭസ്വാമിയെ വരച്ചത് ഭഗവാന്റെ പൂജാരിയും ദശാവതാരം വരച്ച വില്ല് നരസിംഹമൂർത്തിയുടെ പൂജാരിയും ശ്രീകൃഷ്ണ വില്ല് വിനായകൻ ശാസ്താവ് എന്നിവ അതാത് പൂജാരിമാരും ഏറ്റുവാങ്ങി അതാത് വിഗ്രഹങ്ങളിൽ ചാരി വയ്ക്കും. ഞങ്ങൾ വളരെ പരിപാവനമായി തയ്യാറാക്കിയ വില്ലുകൾ മാത്രമാണ് ശ്രീകോവിലിനകത്ത് വിഗ്രഹങ്ങളിൽ ചാരി വയ്ക്കുന്നത്. അവ തിരുവോണം, അവിട്ടം, ചതയം 3 ദിവസവും അതിലുണ്ടായിരിക്കും. വില്ലുകൾ ചാർത്തിയ ഭഗവാനെ കണ്ടു തൊഴാനുള്ള ആദ്യ അവകാശം ഇത് വരച്ച കുടുംബക്കാർക്കാണ്.
അതിനൊരു കാരണം പറയുന്നത്, ഞങ്ങൾ വില്ല് വരയ്ക്കുന്ന വേളയിൽ എന്തെങ്കിലും അശുദ്ധിയോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരവും കൂടിയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ധാരാളം ഭക്തജനങ്ങൾ ഓണവില്ല് ചാർത്തിയ ഭഗവാനെ കണ്ടു തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളും വില്ല് ചാർത്തിയ ഭഗവാനെ കണ്ടു തൊഴാൻ വേണ്ടി എത്തുന്നത്. 4ാമത്തെ ദിവസം തിരുവോണോട്ടം ചതയം 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പൂജാമുറിയിലാണ് ഈ വില്ലുകൾ സൂക്ഷിക്കുന്നത്. ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ് അവിടെയും സൂക്ഷിക്കുന്നത്. വർഷത്തിൽ എല്ലാ വർഷവും ഓരോ വർഷങ്ങളിലും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന വില്ലുകൾ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണ്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയ ആചാരമാണെങ്കിലും വളരെ നിശബ്ദമായിട്ടുള്ള ആചാരമായിരുന്നു പണ്ട് കാലങ്ങളിൽ. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഭക്തജനങ്ങൾക്ക് ആവശ്യമുള്ള വില്ലുകൾ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് ഈ കുടുംബത്തിൽ പാരമ്പര്യ ആചാര വില്ലന്വേഷിച്ച് വരുന്നവരിൽ നിന്നും ദക്ഷിണ വാങ്ങി ഞങ്ങൾ വില്ലുകൾ നൽകാറുണ്ട്. 2011 ഞാനിതിന് ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട്. 2031 വരെ അവ പുതുക്കി നൽകിയിട്ടുമുണ്ട്. എന്നാലും ഞങ്ങൾ അതൊരു ഭക്തിയുടെ അംശം കലർത്തി ഭക്തർക്ക് നൽകുക എന്നുള്ളൊരു വിശ്വാസത്തിൽ യാതൊരു മാലിന്യവും പോലെ നോക്കാതെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഭഗവാന് ചെയ്യുന്ന അതേ നിഷ്ഠയോടും ചിട്ടയോടും കൂടി തന്നെയാണ് ഈ വില്ലുകൾ തയ്യാറാക്കി ഞങ്ങളിവിടെ പൂജിച്ച് എടുക്കുന്നത്. ഇപ്പോൾ 1 അടി നീളമുള്ള വില്ലുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു 2017 മുതലാണ് ഞങ്ങളിത് ചെയ്തു തുടങ്ങിയത്. സാധാരണ ഞങ്ങൾ വലിയ വില്ലുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഭഗവാന് സമർപ്പിക്കുന്ന വേളയിൽ മറ്റ് വില്ലുകളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു സമയമായപ്പോൾ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നു. ക്ഷേത്രാധികാരികളിൽ നിന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു വരുമാന മാർഗം നിലയ്ക്കുകയും ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഭഗവാന്റെ മുമ്പേ തൊഴാൻ പോകുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഭഗവാനെ തൊഴാൻ വേണ്ടി പോയപ്പോൾ ഒരു വൃദ്ധനായ ഒരു കാരണവർ എന്നെ കണ്ടു. അദ്ദേഹം എൻ്റെ ഈ പ്രയാസം കണ്ടിട്ട് ചോദിച്ചു, എന്തു പറ്റി പെട്ടെന്ന് മുഖം മ്ലാനമായത്? ഞാൻ ഈ ഓണവില്ല് കുടുംബക്കാരനവരാണോ എന്ന് അദ്ദേഹം ആദ്യം അന്വേഷിച്ചു. അതിനുശേഷം എന്ത് പെട്ടെന്ന് മുഖം മ്ലാനമായതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹമായിട്ട് വിശദീകരിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, വൈക്കോൽ കൂനയിൽ നിന്നും കയറ് നിങ്ങൾ പുറത്തുനിന്നാണ് ഇപ്പോൾ എടുത്ത് കെട്ടുന്നത്. വൈക്കോലിൽ തന്നെ കയറുണ്ട്, മാറോട് അണയ്ക്കുന്ന വില്ല് ചെയ്യൂ, അത് ഭഗവാനത് ഇഷ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. പക്ഷെ അത് അദ്ദേഹം അപ്രത്യക്ഷമായതാണ്. കാരണം ഒരു മിനിറ്റ് 2 മിനിറ്റിനകത്ത് ഞാൻ വീണ്ടും അദ്ദേഹത്തിന് അന്വേഷിച്ചെത്തിയപ്പോൾ കാണാൻ സാധിച്ചില്ല. തിരികെ വീട്ടിൽ വന്ന് ഞാൻ അനിയന്മാരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ ചെറിയ വില്ലിനെ കുറിച്ചുള്ള ഒരു പുതിയ ആശയം വന്നത്. മാറോട് അണയ്ക്കുന്ന വില്ല് ചെയ്യണം, മാറിൻ്റെ അളവിലാണ്, അത് ഭഗവാനായിട്ട് കാണിച്ചു തന്ന ഒരു മാർഗമാണ്. അന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം ബഹുമാനപ്പെട്ട അശ്വതിനാഥ് തമ്പുരാട്ടിയായിരുന്നു അത് ഉദ്ഘാടനമായിട്ട് ചെയ്തത്. ആദ്യം ഭഗവാന്റെ മുമ്പേ പാദത്തിൽ സമർപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ തമ്പുരാട്ടിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടാണ് വില്ല് പുറത്തിറക്കിയത്. പക്ഷെ ഇന്ന് ലോകം മുഴുക്കെ ആ ചെറിയ വില്ല് എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓണവില്ല് ഭഗവാന് വേണ്ടി മാത്രമാണ് സമർപ്പിക്കുന്നത്. അതേസമയം ഓരോരോ ക്ഷേത്രങ്ങളിൽ ആവശ്യക്കാർ അവരുടെ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയുടെ ചിത്രങ്ങൾ വരച്ച് സമർപ്പിക്കണമെന്ന് താല്പര്യത്തോടു കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ആലപ്പുഴ കായ്പുറത്ത് അനന്തശയനേശ്വര ക്ഷേത്രത്തിൽ ഞങ്ങൾ 3 വർഷക്കാലം അവരുടെ ചിത്രം വരച്ച് സമർപ്പിച്ചിട്ടുണ്ട്. അനന്തശയനേശ്വര വില്ലെന്നുള്ള പേര്. അതിൽ നെടുമങ്ങാട് ഒരു വാമനമൂർത്തി ക്ഷേത്രമുണ്ട്. അവിടെ തിരുവോണ ദിവസം ഉച്ചയ്ക്ക് ശേഷം അവരുടെ വാമനമൂർത്തി ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു വില്ല് അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പന്തളത്ത് ഒരു പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. അവിടെയും ഞങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ഭഗവാന്റെ രൂപം നിൽക്കുന്ന രൂപത്തിലുള്ള ചിത്രം വരച്ച് അത് വില്ലിൽ തന്നെ വരച്ച് ഇതിൻ്റെ അളവൊക്കെ വ്യത്യസ്തമാണ്, അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രം, അവരുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ, അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കഥ വരച്ച് ഞങ്ങളത് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും അവരുടെ ആവശ്യപ്രകാരം ഉള്ള ചിത്രങ്ങൾ വരച്ച് സമർപ്പിക്കുന്നുണ്ട്. അതൊരു നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ദൗത്യമാണ്. അതുപോലെ എൻ്റെ നേരെ അനുജൻ ക്ഷേത്രശില്പിയാണ് ഭദ്രാരത്നം സുദർശൻ.
പല ക്ഷേത്രങ്ങളിലും ആ വിഗ്രഹങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മളെ കൊണ്ട് അത് നോക്കി അനിയൻ അതിനെ ചിത്രമാക്കി. അങ്ങനെ തൃക്കണ്ണാപുരത്തൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, അവിടുത്തെ ചിത്രം വരച്ച് സമർപ്പിച്ചു. ഇപ്പോൾ പാറശാല അടുത്തൊരു മൂകാംബിക ക്ഷേത്രത്തിലെ ദേവിയുടെ ഒരു ചിത്രം, അതൊക്കെ വളരെ അപൂർവമായിട്ടുള്ള രൂപവും ഭാവവും ഒക്കെ ഉള്ള ചിത്രങ്ങളാണ്. അവ വരച്ച് ഞങ്ങൾ സമർപ്പണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ദൈവ നിയോഗം പോലെ ഞങ്ങൾ ഏറ്റെടുത്ത് ഇത്തരം കർമ്മങ്ങളിലൂടെ ജീവിച്ചു പോവുകയാണ്. എന്തായാലും ഈ കുടുംബം അടുത്ത ഓണത്തിന് വില്ല് സമർപ്പിക്കാൻ വേണ്ടിയുള്ള ജീവിതം തുടരുന്നു. അങ്ങനെ എല്ലാ വർഷവും അതിനു വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ഭഗവാന്റെ കാരുണ്യവും ഭഗവാന്റെ അനുഗ്രഹവും ഈ കുടുംബത്തിലും എല്ലാവർക്കും ഉണ്ടാവുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഓണവില്ല് കുടുംബത്തിൻ്റെ ഓണാശംസകൾ നേരുന്നു.